ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും സ്വാഗതം. അങ്ങനെ പറയണം ഒന്നും കൂടി ശരി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 ദിവസമായില്ലേ വ്ളോഗ് ഇട്ടിട്ട്? അതെ, 6 ദിവസമായിട്ടുള്ളൂ. 6 ദിവസമായി. യെസ്, ഏകദേശം കഷ്ടി ഒരാഴ്ചത്തോളം ഗ്യാപ്പ് വന്നിട്ടുണ്ട് നമ്മൾ വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് 1-2 ആൾക്കാരെ വിളിച്ചിട്ട് മെസ്സേജ് വെച്ചിട്ടൊക്കെ ചോദിച്ചു എന്താ വ്ളോഗ് ഇടാത്തത്, ഇനി എന്തെങ്കിലും പ്രശ്നമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാറ്റ് കിടക്കണോ ഒക്കെ ചോദിച്ചിട്ട് കുറച്ച് ആൾക്കാർ മെസ്സേജ്. ശരിക്കും വയ്യാതിരിക്കുകയും പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും അല്ല. ഇങ്ങനൊരു ഗ്യാപ്പ് ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലേ. ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം 1 ദിവസം 2 ദിവസമൊക്കെ എന്തെങ്കിലുമൊക്കെ തിരക്കായിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു 6 ദിവസത്തെ ഗ്യാപ്പൊന്നും നമ്മൾ ഇതുവരെ ഉണ്ടായിട്ടില്ല വ്ളോഗ് ഇടാൻ. അതിനിപ്പോൾ താല്പര്യം ഇല്ലായിട്ടാണോ മടുത്തോന്ന് ചോദിക്കണ 1-2 കമൻറ്റ് കണ്ട്. ഞാൻ മടുത്തിട്ടോ കാര്യങ്ങളൊന്നുമല്ല. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഓരോ തിരക്കിൽ പെടുന്നതാണ്. അതായത് ഒന്നുകിൽ നമ്മൾ പുറത്തു കൂടി എങ്ങടെയും പോവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കോ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും പുറത്താവും. വീട്ടിലുണ്ടെങ്കിൽ കഴിവിൻ്റെ പരമാവധി ഇടും. പിന്നെ അതേപോലെ തന്നെ എന്താണ് വൈകുന്നേരമൊക്കെ എടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ആ സമയത്ത് ശരിക്കും മഴയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും അതിൽ തിരക്കിൽപ്പെട്ട് പോകുന്നതാണ്. അല്ലാതെ വേറൊന്നും മടുത്തിട്ടോ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ പുറത്ത് പോകുമ്പോൾ എന്താ വ്ളോഗ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോകുമ്പോൾ എന്തായാലും അളിയനും നമ്മളെല്ലാവരും ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ ഓൾറെഡി അവരുടെ വ്ളോഗിൽ നമ്മളെല്ലാവരും പോകുന്നത് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ രണ്ടാളും ഒരേ വിശേഷം ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് കൊണ്ടാണ് പിന്നെ അങ്ങനെ ഇടാത്തത്. ഇതിനിടയ്ക്ക് നമ്മൾ കോഴിക്കോടും അതേപോലെ തന്നെ വേറെ എവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അവരുടെ വ്ളോഗിൽ ഓൾറെഡി കാര്യവിശേഷങ്ങൾ അറിയുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ടുണ്ടായിരുന്നത്. നമ്മൾ പിന്നെ വീട്ടിലത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് നമ്മളിട്ട വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലാതെ മടുത്തിട്ടൊന്നുമല്ല കേസ്. അപ്പം എന്തായാലും ഡെയിലി വീഡിയോസ് ഉണ്ടാവും, ഇടാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്, സുഖമായിട്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. സുഖമായിട്ടിരിക്കണം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സുഖമായിട്ടിരിക്കുകയാണ്. ചക്കരയ്ക്ക് സുഖമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര കണ്ട് അങ്ങോട്ടേക്ക് ചക്കരയ്ക്ക് സുഖമല്ല. ചക്കരയ്ക്ക് ഇന്നിപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നതേ ഉള്ളൂ അല്ലേ. അതേപോലെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്ന് വേറെ 2-3-4 അതിഥികൾ ഇന്ന് വീട്ടിലുണ്ടല്ലേ. അതായത് പ്രതീക്ഷിക്കാതെ സർപ്രൈസ് ആയിട്ടാണ് ഇവർ വന്നത് കേട്ടോ. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗഫിയും പിന്നെ മുബാറക് അളിയനും സനായും മിയാസും കുട്ടികളൊക്കെ അവർ 4 ആൾ രാവിലെ അല്ലേ എത്ര മണിക്ക് അവർ വന്നത്? അവർ പുലർച്ചെ 5 മണി 4:30 മണി ആ ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ പുറത്തോട്ട് ഇങ്ങോട്ട് ഔട്ടിങ്ങിന് അവർ പോയിരിക്കുകയാണ്. അവർ ഫാമിലി ആയിട്ട് കാറിലാണ് വന്നത് കേട്ടോ. അവർ പോയിരിക്കുകയാണ്. ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ചക്കരയ്ക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചക്കരയ്ക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എന്തായിരുന്നത് ചക്കരയ്ക്ക് ഗ്യാസ് പോലെ കുത്തിവലി വരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വന്നതാണ്. എന്തോ ഭക്ഷണത്തിന് വന്നതാണ്. ഇനിയിപ്പോൾ ഇന്നലെ ഞങ്ങൾ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ കല്യാണത്തിന് പോയിട്ട് ബിരിയാണി കഴിച്ചു. അതേപോലെ തന്നെ പിന്നെ വേറെന്താ കഴിച്ചു? വരണ വഴിക്ക് നമ്മൾ ഷവർമയും കഴിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും വേറെ ഞങ്ങൾ ആർക്കും പോയാൽ അത്ര തന്നെ കഴിച്ചിട്ടുള്ളൂ. വേറെ നമ്മളിപ്പോൾ പോയാലും ഇന്നലെ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് ഇവിടെ നിന്ന് പോയാൽ വേറെ ആർക്കും കുഴപ്പം ഇതുവരെ വന്നിട്ടില്ല. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിക്കാവും അവരുടെ ശരീരത്തിൽ ബാധിക്കണത്. അപ്പോൾ നമ്മൾക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഭയങ്കര വയറുവേദന ഉണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു? വയറിങ്ങനെ ഒരു കുളത്തിപ്പൊടി പോലെ, അതായത് നമുക്ക് ഈ ഗ്യാസ് വരില്ലേ അതുപോലെ എന്താ മുതുകിൽ കൂടിയും വയറിന്റെ മോൾ ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെയാണ് വേദനയായിരുന്നു. വന്നപ്പോഴന്നെ ആ വേദന കൊണ്ടാണ്. ഇവളപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റു പിന്നെ പറയാണ് കാക്കു എനിക്ക് വയ്യാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ കുറെ വയറ്റ് നോക്ക് പിന്നെ കുറെ പറഞ്ഞിട്ട് ഛർദ്ദിക്കാം, ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വരികയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് ഇവളിങ്ങനെ തറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. ചോദിച്ചപ്പോൾ തല ഇറങ്ങാണ്. അങ്ങനെ പിന്നെ പെട്ടെന്ന് എന്ത് ചെയ്തു, അപ്പോൾ അളിയും ഇവിടെ ഉണ്ടായിരുന്നു. നൗഫലും സീനും ഇവിടെ ഇല്ല, അവർ പെരുന്തമണ്ണ ഇങ്ങോട്ട് പോയിക്കണം. അപ്പോൾ ഇവരെ ഏതായാലും കാറിൽ വന്നുകൊണ്ട് ഇവരെ കാറും കൊണ്ട് ഞങ്ങൾ നേരെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു. ഇപ്പോൾ കാണിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, BP കാര്യങ്ങളൊക്കെ നോർമൽ തന്നെയാണ്, പനിയൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു ഭക്ഷണത്തിൽ നിന്ന് വന്നതാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗുളിക കൊടുത്തു, പിന്നെ ORS പൊടി കൊടുത്തു. അതിങ്ങനെ 1 ലിറ്റർ കലക്കിയിട്ട് ഇങ്ങനെ കുറച്ച് കുടിച്ചുകൊണ്ടിരിക്കുക. ഈ കുടലിൽ നമ്മുടെ ഇതിൻ്റെ ബാക്ടീരിയ എന്തെങ്കിലും ഫംഗസ് ഉണ്ടെങ്കിൽ മാക്സിമം അതിൻ്റെ ആ ഒരു പ്രശ്നം പോകുന്നത് വരെ ഈ ഒരു വയറിൻ്റെ വയറ്റ് നോക്ക് ഈ ഒരു സംഭവം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഗുളിക തന്നു. ഗ്ലൂക്കോസ് കയറ്റണോ ഇഞ്ചക്ഷൻ കൊടുക്കണോ ചോദിച്ചപ്പോൾ നമ്മൾ വേണോ ചോദിച്ചപ്പോൾ ഡോക്ടറിനെ ഇങ്ങോട്ട് പറഞ്ഞു ഗ്ലൂക്കോസ് വേണമെങ്കിൽ ചെയ്യണം, കുഴപ്പമില്ല, പക്ഷേ ഇഞ്ചക്ഷന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു. മറ്റേ വയറുവേദന നല്ല ഉണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കുമ്പോൾ വയറുവേദനയ്ക്ക് ഇഞ്ചക്ഷൻ ചെയ്താൽ മതി. അങ്ങനെ ഉണ്ടാക്കുമെന്ന് വയറുവേദനക്ക് അങ്ങനെ ഇഞ്ചക്ഷൻ കൊടുക്കില്ല. കാരണം നമുക്ക് ഈ വയറ്റിൽ നിന്ന് പോകുന്നത് പെട്ടെന്ന് തന്നെ പിടിച്ചു നിർത്താൻ പാടില്ല ശരിക്കും. അതാണ് പിന്നെ
എന്താ തരാതിരുന്ന് ഒന്നാമത് പറഞ്ഞ് അത്ര വേദന അങ്ങനെ ഫുഡ് കഴിക്കുമ്പോ വേദനയൊന്നും ഇല്ല. പിന്നെ വേദന ഉണ്ട്, വയറ് വേദന ഉണ്ട്. പക്ഷെ എന്താ ഡോക്ടർ ചോദിച്ചതിനനുസരിച്ച് അങ്ങനത്തെ വേദനയൊന്നും ഇല്ല. വയറ് ഈ ഗ്യാസ് നിറഞ്ഞിരിക്കണ പോലെ അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഉള്ളൂ. അപ്പൊ പറഞ്ഞു വേണമെങ്കിൽ ക്ഷീണം ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ് ഇടാറുണ്ട്. എന്തായാലും ഗുളിക നല്ലപോലെ കഴിക്കുക പറഞ്ഞു. ഇപ്പൊ പിന്നെ ഓറസിന്റെ ഉണ്ട്, അത് കലക്കി കുടിക്കണം എന്ന് പറഞ്ഞു. അതെ, ഇപ്പൊ പ്രശ്നം വരണത് അതിലല്ല. അതായത് ഞങ്ങള് നാളെ തിരിച്ച് അമേരിക്കക്ക് പോവാണ്. അതായത് UK ഞങ്ങൾ പോവാണ് കേസ്. UK എന്ന് വെച്ചാൽ വേറെ എവിടെ അല്ല, നമ്മളെ യുണൈറ്റഡ് കൊല്ലം, അതിലേക്ക് അങ്ങനെ തിരിച്ചു പോവാണ്. കൊല്ലത്തേക്ക് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇപ്പൊ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഒരു 4-5 ദിവസം മുന്നേ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ കറക്റ്റ് പോണതിൻ്റെ തലേദിവസം തന്നെ ഈ ഒരു പ്രശ്നം വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാനത് ചിന്തിച്ചു. ഡോക്ടർ പറഞ്ഞു 2-3 ദിവസം ഇതിൽ വയറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ആലോചിച്ചു എങ്ങനെ ഇപ്പോൾ യാത്ര ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചു. പമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കുട്ടീൻ്റെ എടുത്തോ, അത് 2-3 ചേർത്തെടുത്തോ. അല്ല പിന്നെ ഇപ്പൊ ഞാൻ എന്താ പറയാ, അല്ലെങ്കിൽ താഴത്തെ പെരയില് പാളുണ്ടാവും. കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ചിട്ട് കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. അത് ഉണ്ടാവാതിരിക്കട്ടെ. അപ്പൊ എനിക്കൊന്നും ഇതേപോലെ ആയിരുന്നു. കഴിഞ്ഞ മാസം എനിക്ക് ഇതേപോലെ ഭക്ഷണത്തിൽ നിന്ന് വന്നിട്ട് വയറ്റ് നോക്കും, നല്ല ഛർദിലുണ്ടായിരുന്നു. അതിലിവിടെ നിന്ന് എന്ത് ചെയ്തു, അന്നും ഇവരിവിടെ ഉണ്ടായിരുന്നു, സോഫിയൊക്കെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞാനും നൗഫലും മുബാറക്കളിനോട് ചേർന്നിട്ട് ഇതേ ഹോസ്പിറ്റലിൽ പോയി അന്ന് ഡ്രിപ്പ് ഇട്ടു. തിരിച്ചു വന്ന വഴിക്ക് ഇവിടെ കടയിലെത്തിയപ്പോൾ ഒന്ന് ഛർദ്ദിച്ചു. വീട്ടിൽ വന്ന് ഗുളിക കഴിച്ചൊരു സംഭവം റെഡിയായി. അന്ന് പനി ഉണ്ടായിരുന്നു, ഛർദിലും വയറ്റുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊരു 3.5 മണിക്കൂർ കൊണ്ട് ഫുള്ള് റെഡിയായി. ഛർദ്ദിച്ചപ്പോൾ ശരിക്കും നമ്മൾ ഛർദ്ദിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറി കിട്ടും. തലവേദനയൊക്കെ ഉണ്ടായിരുന്നു, എനിക്കൊന്ന് ഭയങ്കര തലവേദനയായിരുന്നു. തലവേദന ഉണ്ടായിരുന്നു. ഛർദ്ദിച്ചപ്പോൾ അത് റെഡിയായി. ശരിക്കും ഛർദ്ദിച്ച് പോയാൽ പകുതി നമുക്ക് റെഡിയാവും. പക്ഷേ നിനക്കിപ്പോൾ ഛർദ്ദിക്കേണ്ട ടെൻഡൻസിയല്ലേ ഉള്ളൂ, ഛർദ്ദിച്ച് പോയില്ലല്ലോ. ഛർദ്ദിച്ചാൽ പകുതി കൊണ്ട് പോയി കിട്ടിയേനെ. അപ്പോൾ എന്തായാലും നമ്മൾ നാളെ നാട്ടിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. വന്നിട്ട് ഇപ്പോൾ കുറച്ചായി. അപ്പോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത് റെഡിയാക്കി. അതുകൊണ്ട് പിന്നെ അത് മാറ്റാൻ പറ്റില്ല. കാറിലാണ് വന്നു വെച്ചെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ശരിക്കും നമുക്ക് എന്തെങ്കിലും വൈകാരിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡേറ്റ് മാറ്റാം. പക്ഷേ ടിക്കറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച മുന്നേ ബുക്ക് ചെയ്ത ടിക്കറ്റാണ്. അതെ, ഇനിയിപ്പോൾ ഇത് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും അടുത്ത ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യുകയും വേണം. കിട്ടുമോയെന്ന് അറിയില്ല, കാത്തിരിക്കുകയും വേണം. അതിലും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, നമുക്ക് 9-ാം തീയതി നമ്മുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ കല്യാണം ഉണ്ട്. അപ്പോൾ അതുകൂടെ കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. അതെ, ഇന്നലത്തെ പാലക്കാട്ടത്തെ കല്യാണം അവരുടെ ഏതായാലും ഇവിടെ ഒന്ന് വിളിച്ചല്ലേ. 30-ാം തീയതിയോ 31-ാം തീയതി പോകുന്നതാണ്. അപ്പോൾ ഏതായാലും അവരോടൊന്ന് കല്യാണം വിളിച്ചപ്പോൾ ഞങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണോട് കൂടിയിട്ട് പോകുന്നുള്ള കോലത്തിലാണ് ഞങ്ങൾ 4-ാം തീയതിക്ക് ആക്കിയത്. പിന്നെ വേറെ ഉണ്ട്, കാറുകൊണ്ട് വരാത്ത ഒരു കണക്കിന് കാര്യമായി. മക്കളെ എല്ലാ സ്ഥലത്തു കൂടിയും മഴയും ഉരുൾപൊട്ടലും. അതെ, ഞങ്ങൾ കാറുകൊണ്ട് വരുമ്പോൾ ഉള്ള ഭാഗത്താണ് നമ്മുടെ ഈ റാന്നി, തൊടുപുഴ, പാല ആ ഏരിയ കൂടെയൊക്കെയാണ് ഞങ്ങൾ കാറുകൊണ്ട് വരണത്. ശരിക്കും ആ ഏരിയയിലൊക്കെ ഞങ്ങളിപ്പോൾ കാണുമ്പോൾ ഉണ്ടല്ലോ, ഫുള്ള് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ ഉയരത്തിനൊക്കെ വെള്ളം. നമ്മൾ ഫോണിൽ കാണുന്നത് എന്താ കറക്റ്റ് സിറ്റുവേഷൻ അവസ്ഥ അറിയില്ല. ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു റാന്നിന്നോ അല്ലെങ്കിൽ പാല ഏരിയ എന്നൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയും നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന്. കാരണം നമുക്ക് ഈ TV-യിൽ ന്യൂസ് ചാനലിൽ കാണുന്ന തന്നെ നമുക്ക് അറിയുള്ളൂ. അത് സംഭവം സത്യം തന്നെയാണ്, ശരി തന്നെയാണ്. പക്ഷേ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യും നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന്. എല്ലാവരും സേഫായിട്ടിരിക്കുക. നോക്ക്, മഴ നല്ല മഴയാണ്. അല്ല, നമ്മളെ അപേക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ശരി, നമ്മളെ വീടാണെങ്കിലും ശരി, നമുക്ക് ഈ മഴ വെള്ളപ്പൊക്കം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ് നമ്മൾ. അത് ഒരു കണക്കിന് നമ്മൾ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. പക്ഷേ അങ്ങനെയല്ല ഈ തീരദേശത്ത് താമസിക്കുന്ന ആൾക്കാർ, ഈ മലയോരത്ത് നിൽക്കണം. നമ്മളെ വീഡിയോ കാണുന്നത് വയനാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, നമ്മളെ ഇടുക്കി ഏരിയ എന്നുള്ള ആൾക്കാരുണ്ട്, പിന്നെ ഈ വെള്ളപ്പൊക്ക ബാധിതമായ പ്രദേശങ്ങളിൽ നിന്ന് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. മക്കളെ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. മക്കളെ നിങ്ങൾക്ക് അടുത്ത് ക്യാമ്പുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ല 2-ാം നില ഇരിക്കണതിന് പരിമിതി ഉണ്ട്. എത്ര നേരം ഇരിക്കും? അതായത് വേറെ ആരുടെയെങ്കിലും അടുത്തുള്ള സേഫായിട്ടുള്ള സ്ഥലങ്ങളോ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ അങ്ങോട്ടേക്കൊക്കെ മാറിയിരിക്കും. കാരണം ഈ ഒരു മഴ സമയത്ത് എല്ലാ വർഷവും ഉള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ കാണുന്ന സംഭവങ്ങൾ. അതിൻ്റെ രീതിയിൽ പിന്നെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ക്യാമ്പുകൾ കാര്യങ്ങളും രക്ഷാപ്രവർത്തനവും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്.
അതാണ് നമുക്ക് കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മൊബൈലിൽ കൂടിയും ടി വി കൂടിയും കാണുന്നതുകൊണ്ട് നമുക്കത് അത്ര നമ്മളത് അറിയില്ല എങ്ങനെയാണ്. പക്ഷേ അത് അനുഭവിക്കുന്നവർക്കറിയാം എന്തുമാത്രം. അതിപ്പോൾ ഈ ഒരു എന്താ കാലാവസ്ഥ വരുന്നതന്നെ പേടിയാക്കാരല്ലേ. ഈ ഒരു മഴക്കാലം വരണത് തന്നെ പേടിച്ചിട്ടാവും. അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവരും സേഫാണോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും, നമുക്കൊന്നും അറിയാമല്ലോ. അപ്പോൾ ദേ ചോറൊക്കെ തിന്നിട്ട് മതി. ചക്കരക്ക് കഞ്ഞി കുടിച്ചില്ല. ചക്കര ഞങ്ങൾ ഹോസ്പിറ്റലിൽ നമ്മൾ പൊടിയേരി വാങ്ങിക്കൊടുന്നു. അപ്പോൾ അതിനെന്ത് ചെയ്തു? കഞ്ഞി കുടിച്ചു. ചക്കരക്ക് തിന്നാനുള്ള ORS കൊണ്ടാണ് ലനമോള് നടക്കണത്. ഇതാ നിക്കണു മക്കളെ. ഉമ്മായി മോളൂന്ന് കഞ്ഞിയാ കുടിച്ചത്? അലാന, ഉമ്മായി മോളും കഞ്ഞിയാണോ കുടിച്ചത്? കഞ്ഞി കുടിച്ചോ? ഉമ്മാക്ക് തിന്നാനുള്ള ORS പൊടി കയ്യിലെടുത്തുകൊണ്ടാണ് മോള് അതവിടെ കളിച്ചോണ്ടിരിക്കണത്. കൊള്ളറിഞ്ഞോ? അതാ നോക്കുന്നുണ്ട്. കഞ്ഞി കുടിക്കും. കഞ്ഞിന്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഞ്ഞി എന്ത് എന്ത് കഞ്ഞിയാണെന്ന് പറഞ്ഞതാണ് കുടിക്കണത്. അപ്പോ എനിക്ക് കുടിച്ചോ കഞ്ഞി കുടിച്ചോ. മഴയത്ത് ഇതൊക്കെ തന്നെ നല്ലത്. കഞ്ഞി, കപ്പ, പുഴുക്ക് ഇതൊക്കെ തന്നെ നല്ലത്. ഞാൻ പൊടിയെടുക്ക്. ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ മഴ പെയ്തോണ്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്കാ പോണത്? ഭഗീരഥ പിള്ളേ മീശമാധവന്റെ ജഗതി പോകും പോലെ ഭഗീരഥ പിള്ള. അത് വയറിൽ കിടന്ന് വന്നോളൂ. അതിന് വയറ്റിനുള്ളിൽ കിടന്ന് വന്നോളൂ. ചൂടുകൊണ്ട് വന്നോളൂ. എന്താ കുടിച്ചത്? കഞ്ഞി. കഞ്ഞി. കഞ്ഞി എത്തു പൊന്നെ കഞ്ഞി. കഞ്ഞി അത് കാക്കൂന് വയ്യാണ്ട് ഇത് ഫുള്ള് ആ കഞ്ഞി കുടിച്ച് തീർക്കലിന്റെ പണി. കഞ്ഞി ആകുമ്പോ പിന്നെ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. തിന്നാനും പണിയില്ല. കുറച്ച് അച്ചാറാണ് ഒഴിക്കുക. ആണെന്നാ വേഗം ദഹിക്കുകയും ചെയ്യും. അടിപൊളിയാണ്. അപ്പോ അല്ല നോക്ക്. എന്നാ ഇനി അടുത്ത റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് പോകാനുള്ളതൊക്കെ നോക്കിക്കോ. ഉമ്മ ഇവിടെ പറഞ്ഞെന്താ അറിയോ? ഉമ്മ ഇന്ന് രാവിലെ മുതലേ ഇവിടെ പറയുന്നുണ്ട് തീവണ്ടി ഉണ്ടോ നോക്കുന്ന്. അല്ല, അത് തള്ളിക്കളയാൻ പറ്റിയൊരു കാര്യമല്ല. ഉമ്മ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു ഫോണിന്റെ റീല് കണ്ടു. ഏതൊക്കെയോ ഭാഗത്തുള്ള ട്രെയിനുകൾ പിന്നെ റദ്ദാക്കിയിട്ട് ഷൊർണൂർ വഴി, അതായത് നമ്മുടെ ഒറ്റപ്പാലം വഴി പോണ ഏതൊക്കെ ട്രെയിനുകൾ ഷൊർണൂർ വഴിയൊക്കെ തിരിച്ചു വിട്ടിട്ടെന്നൊക്കെയാണ് ഒരു റീലിൽ വീഡിയോയിൽ ഞാൻ കണ്ടത്. സംഭവം ശരിയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വാർത്തയിൽ പറഞ്ഞ സംഭവം റീലിൽ ഇങ്ങനെ കണ്ടതാണ് ഞാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് മെയിൽ വഴിയോ നമ്മുടെ ഫോണിൽ IRCTCന്റെ മെസ്സേജിലോ എന്തെങ്കിലുമൊക്കെ വരേണ്ടിയുള്ളതാണ്. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജോ ഡിക്ലറേഷനോ വന്നിട്ടില്ല. അങ്ങനെ ഏതൊക്കെ വരണതാണ്. അപ്പൊ നമ്മൾ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ട്രെയിന് ഹൈദരാബാദോ ഏതൊക്കെ ഇവിടെ നിന്നൊക്കെ ഉള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മെസ്സേജ് വരണം. ഈ ഫ്ലൈറ്റും ട്രെയിനൊക്കെ എങ്ങനെ ഇതാകുമ്പോൾ മെസ്സേജ് വരണമല്ലോ. അപ്പോൾ അത് ഇതുവരെയ്ക്കും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നോക്കാം. നാളെയാണ് നമ്മളെ ട്രെയിനിൻ്റെ പിന്നെ ടൈം. നാളെയാണ് പോകുന്നത്. ട്രെയിൻ ടൈം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10:30 നമ്മളെ ട്രെയിൻ. ഈ കൂടെ ഞങ്ങൾ കുറച്ച് നേരത്തെ എടുത്തു. സാധാരണ ഞങ്ങൾ എവിടെ നിന്ന് എത്ര മണിക്കാണ് അവിടെ നിന്ന് പോകാറ് അല്ലേ? അല്ല, ഉച്ചക്കല്ലേ പോലും? ഉച്ചക്കല്ലേ പോകാറ്? ഇപ്പോൾ ഞങ്ങൾ നേരത്തെ എടുത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ട്രെയിൻ ഉണ്ട്. ഉച്ചയ്ക്ക് എത്ര 1 മണിക്കോ ചക്കര 1:30 ട്രെയിൻ ഉണ്ട്. 2:30 ട്രെയിൻ ഉണ്ട്. പക്ഷെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെത്തുമ്പോൾ വൈകുന്നേരം രാത്രി 8 മണിയൊക്കെ ആവും. അപ്പോൾ കുട്ടീനെയൊക്കെ ആയിട്ട് അത്രയും വൈകണ്ടല്ലോ വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, രാവിലെ ഒരു 10:30 ട്രെയിൻ എടുത്തു. ശബരിയാണ് എടുത്തിട്ടുള്ളത്, ഒറ്റപ്പാലത്ത് നിന്നാണ് വർക്കലേക്ക്. അപ്പോൾ ആ ട്രെയിൻ ഞങ്ങളവിടെ വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ എത്തും, 4:45 ആകുമ്പോൾ എത്തും. അപ്പോൾ നേരെ ഇട്ട് മുന്നേ അന്തിക്ക് മുന്നേ വീടത്തല്ല വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നേരത്തെ എടുത്തതാണ്. ഏത് ചെരിപ്പോ? ഇതോ? ഓ പിന്നെന്താ, ക്വാളിറ്റി ചെരിപ്പാണ്. അതൊക്കെ നല്ല അടിപൊളി ചെരിപ്പല്ലേ.
എന്തിനാ മഴയത്ത് എടുത്ത് വെച്ചിട്ടുമ്മ? മഴയത്ത് കൂടെ തന്നെയല്ലേ വീണ്ടും ഇട്ടുകൊണ്ടിറങ്ങണത്. അതവിടെ കിടന്നോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ട്രെയിന് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാർ കൊണ്ടാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിന് പോകാം. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ സൗകര്യം കുറച്ച് പ്രശ്നമാണ്. വെള്ളമായിട്ട് നമുക്ക് പോകാനും കഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇതാ ORS പൊടി കുടിക്ക്. ആർക്ക്? കേസരി, പിന്നെ അച്ചാറ്, സലാഡ്. കേസരി ഞാൻ ഇവൾക്കാണ് കൊടുത്തത്. ഞാൻ 2-3 ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒറ്റപ്പാലത്തുനിന്ന് ഷവർമ കഴിച്ചത്. ഞാനും ചക്കരയൊക്കെ ഷവർമ കഴിച്ചു, ഫിനിയൊക്കെ ഷവർമ കഴിച്ചു. പക്ഷെ അല്ല, ഞങ്ങൾക്കൊക്കെ ഒന്നും പ്രശ്നമില്ല, ഓരോരുത്തർക്കും ഓരോ രീതിക്കും. അത് ഡോക്ടറോട് പറഞ്ഞു അതില് പറഞ്ഞു അത് പ്രശ്നമില്ല പറഞ്ഞു. അത് എത്ര കഴിച്ചാലും അതൊന്നും പ്രശ്നം വരുന്ന സംഭവമല്ലേ, പഴമല്ലേ, ഫ്രൂട്ട്സ് അല്ലേ, പപ്പായ കഴിച്ചോണ്ടൊന്നുമല്ല. അതെ, നിനക്ക് എഴുന്നേക്കുമ്പോ പ്രശ്നം ഉണ്ടായിരുന്നു ചക്കരെ? എഴുന്നേക്കാതെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ രാവിലെ കഴിച്ചൊന്നാവില്ല, മന്നിടത്ത് എന്തോ ആണ്. എന്തായാലും ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഡോക്ടർ പറഞ്ഞത് ഇനിയിപ്പോൾ കുടലത്തെ ആ ഒരു ഇത് പോകുമ്പോഴേ നല്ലപോലെ വെള്ളം കുടിക്കാന്ന് പറഞ്ഞത്. വെള്ളം കുടിക്കുക. ആ, അതിൽ മാറും, റെഡിയാവും. ആ, പൊടിയൊക്കെ ചെറു ചൂടുവെള്ളത്തിൽ, ചൂടുവെള്ളം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കലക്കുക. 1 ലിറ്ററിൽ ഈ ഒരു പാക്കറ്റ് ഫുള്ള് കലക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ ഗ്ലാസ് വെച്ച് ഒരു 15-20 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ കുടിക്കുക. അതാ പറഞ്ഞത്. പെട്ടെന്ന് നിർത്താൻ പാടില്ല, പ്രശ്നമാവും. ഛർദിക്കാൻ വന്നിട്ട് ഇവളോട് ചോദിക്കുമ്പോ ഇവള് ഹോസ്പിറ്റലിൽ പോണേക്കുമ്പോ മിണ്ടാതിരിക്കാണ്. അപ്പൊ ഇങ്ങനെ കാണിച്ചാ മതി. യെസ് പറയാ. ഹോസ്പിറ്റലിൽ പോണോ ചോദിക്കുമ്പോ ഇങ്ങനെ യെസ് പറയാ, പോകണ്ടെങ്കിൽ ഇങ്ങനെ നോ കാണിക്ക. മിണ്ടാതിരിക്കാൻ അസുഖം കൂടുതലേ ഉള്ളൂ. മിണ്ടാതിരിക്കല്ല, അതായത് നാവൊക്കെ കുഴഞ്ഞു പോയി, സംസാരിക്കാൻ വെക്കണില്ല. അത് ഉമ്മാക്ക് ഉണ്ടായിട്ടുണ്ട്. ഉമ്മ നേരത്തെ ഇങ്ങനെ കിടക്കുക. എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഒക്കെ കഴിഞ്ഞു വന്നു, ഭക്ഷണം കഴിച്ചു. ഇനി കുറച്ചു നേരം കയറി റെസ്റ്റ് ചെയ്തു കിടന്നു. ചെറുപ്പശ്ശേരിയിൽ പോകണമെന്നുണ്ടായിരുന്നു 1-2 സാധനങ്ങൾ വാങ്ങാൻ. ഇപ്പോൾ ഏതായാലും ഈ മഴയായ സ്ഥിതിക്ക് പോണില്ല എന്ന് വിചാരിച്ചു. പോവാൻ തന്നെയായിരുന്നു ഇരുന്നത്. 1-2 സാധനങ്ങൾ വാങ്ങണ്ടായിരുന്നു. അലാന, എന്താ പരിപാടി? എന്താ പരിപാടി? അലാന, ഇതൊക്കെ എന്നാച്ചു? ഇതെന്താ ഇതെന്താ? തല എവിടെ? തല, കുട്ടിയുടെ തല എവിടെ? തല ആ താ 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 കമ്മ. പല്ലെവിടെ പൊന്നിന്റെ? പല്ലെവിടെ? ആ, ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. അതെ, എന്നാലും പല്ല് അറിയാലോ അവൾക്ക്, വാറിനുള്ളിലാണ്. പാപ്പു കൊടുക്കണം. ഇതേപോലെ ഞാൻ രാത്രി കിടക്കുമ്പോ ഷർട്ടില്ലാത്തവൻ കിടക്കുക. അപ്പൊ എന്റെ ഇവിടെ എങ്ങനെ ഒന്ന് പിടിച്ചിട്ട് പാപ്പു പാപ്പു പാപ്പു. ആ, ചില ദിവസം അതിൽ വന്ന് അതിങ്ങനെ നക്കി വെക്കും. അതിലൊന്ന് നക്കി വെക്കും. അതില് പറയും, കുട്ടി ഇതിലല്ല പാപ്പ, പൊയ്ക്കോ പറയും ഞാന്. കുഞ്ഞിപ്പണ്ണേ, അല്ലാ, കുഞ്ഞിപ്പണ്ണിന്റെ ഓരോ വികൃതിയുടെ. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കുഞ്ഞിപ്പണ്ണിന്റെ വിശേഷങ്ങൾ. കുഞ്ഞിപ്പണ്ണിന്റെ പപ്പയും അമ്മയും കുഞ്ഞിപ്പണ്ണിനെ എന്നും കാണാൻ വിളിക്കും അല്ലേ ചക്കരെ? അമ്മയപ്പം വിളിക്കുന്ന സമയത്തൊക്കെ ഈ കുരുത്തം കെട്ട എന്തായി അറിയുന്നത്? അല്ലെങ്കിൽ ടി വിയിൽ നോക്കിക്കൊണ്ടിരിക്കും കാർട്ടൂൺ. അത് മാറ്റിയ കരയും ചെയ്യും അപ്പോഴേ. കരയുന്നല്ല, അത് നിർത്തിയിട്ടാലും ഓള് വീഡിയോ കോള് നോക്കൂല, ഓള് ഇങ്ങനെ നടക്കും.
അതാ വരുന്നുണ്ട് വരുന്നുണ്ട്. അതാ വരുന്നു. എന്താ വേണ്ടത്? ആ ഫോൺ കൊണ്ട് വന്നതാ. എന്താ വേണ്ടത്? വാ, എന്താ വേണ്ടത്? എന്താ വേണ്ടത്? എടാ പാപ്പു ഇവിടെ, അപ്പന്റെ പാപ്പു ഇവിടെ. അവന്റെ പാപ്പ എത്തു പൊന്നെ. അവന്റെ പാപ്പു എവിടെടി? ഒരൊറ്റ കൊടുത്ത ഒറ്റ അപ്പൊ ഒരൊറ്റ എടുക്ക്. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് നോക്ക്. ഒറ്റ ഇവിടെ കൊടുക്ക്. ഒറ്റ കൊടുത്ത അറ്റൻഷൻ പരേഡ്. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ നീച്ചാനാണ് അങ്ങനെ നീക്കാനാണ്. അതെങ്ങനെയാന്ന് അറിയോ? അവിടെ ചാരി ഇട്ടിട്ട് ഇങ്ങനെ കുമ്പിട്ടിട്ടാണ് സാധനങ്ങൾ എടുക്കുക താഴത്ത് പോയത്. ഇപ്പൊ ഏതായാലും മുട്ടിന്റെ ഇടയിലൊക്കെ അടിപൊളിയായിട്ട് നടത്തുന്നുണ്ട് ആള്. പിടിച്ചു എഴുന്നേക്കും, പിടിച്ചു നടക്കുകയൊക്കെ ചെയ്യും. ഇനി ബാലൻസ് ആയി വരണം. കയ്യോട്ടി കയ്യോട്ടെ അപ്പത്തിന് കയ്യോട്ടെ. ഞാൻ പാട്ടിനുണ്ടാവുള്ളൂ. നാളെ പോണ്ടേ? നാളെ പോണ്ടേ കൊല്ലത്തേക്ക്? നാളെ കൊല്ലത്തോട്ട് പോണ്ടേ? നാളെ ഫുൾ ഡ്യൂട്ടി അപ്പത്തിന്. എന്ത് ഡ്യൂട്ടി? എന്തെങ്കിലും പിന്നെ അത് നോക്കാതെ എന്താ ഇങ്ങോട്ട് എന്നെ വരെ കടന്നു തുടങ്ങിയിരിക്കുന്നു. ഓ അതുകൊണ്ടാണ് ഞാൻ ഉച്ചക്ക് പോകണോന്ന് ആലോചിച്ചു. അതിപ്പോ രാവിലെ ആയാലും ഉണ്ടാവും. എന്റെ സീറ്റ് മുകളിലാണ്. എന്റെ സീറ്റ് മുകളിലാണ്. അല്ല, നിന്റെ സീറ്റ് ഇപ്പുറത്തെ 6 ആളിരിക്കണ ആ സൈഡിലാണ്. എന്റേത് 2 ആളിരിക്കണ ആ മറ്റേ സൈഡിലാണ്. അപ്പർ ബെർത്ത്, സൈഡ് അപ്പർ. അല്ല, അതിന് താഴത്തെ ആളുണ്ടാവുമല്ലോ. അപ്പൊ കൊഴപ്പല്ല, കാക്കുവിന്റെ അടുത്ത് കുട്ടി ഇരുന്നോളൂ. ആയിക്കോട്ടെ. കാക്കുവിന് അല പറയുന്നുണ്ടോ? ഹലോ അല എടുത്ത് പൊന്നെ. ഹലോ അസറിന്റെ നേരായി. ഓക്കെ സാർ, എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ്. നാട്ടിൽ പോണ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. പിന്നെ വൈകുന്നേരം പോകാനുള്ള സംഭവങ്ങൾ, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്തൊക്കെയാണോ അതൊക്കെ അതേപോലെ തിരിച്ച് പാക്ക് ചെയ്തിട്ട് കൊണ്ട് പോകാനുള്ളതൊക്കെ റെഡിയാക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴ കാര്യങ്ങളൊക്കെയാണ്. കുട്ടികളും മക്കളും എല്ലാവരും സ്കൂളിൽ പോണ മക്കളും കുട്ടികളൊക്കെ ഉണ്ടാവും. ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും പുറത്തു കൂടെ ഇറങ്ങുമ്പോഴൊക്കെ കഴിഞ്ഞ പരമാവധി ശ്രദ്ധിക്കുക. ഇടിമിന്നൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ മെയിൻ പ്രശ്നങ്ങൾ. അപ്പോൾ മാക്സിമം അതിനെയൊക്കെ പിന്നെ സൂക്ഷിച്ചിട്ട് മുന്നോട്ട് പോവുക പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.